രാജശ്രീ ആദീസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കായ്പോളയാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റുമായ ഒരു പഴംപോളയാണിത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കണ്ടു നോക്കൂ. ഞാനിവിടെ 5 ഏത്തപ്പഴം തോടെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് 4ആയിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പഴമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നട്ട്സ് വറുത്തെടുക്കാനായി ഒരു പാനിൽ ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. പാൻ ചൂടായിട്ടുണ്ട്. നട്ട്സ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നട്ട്സ് വറുത്ത നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ച ഈ പഴം വഴറ്റിയെടുക്കാം. പഴം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായി ഒരു പ്ലേറ്റിൽ തട്ടി വയ്ക്കാം. ഒൻപത് മുട്ട എടുത്തിട്ടുണ്ട്. 9 മുട്ടയുടെയും വെള്ള മാത്രമാണ് എടുക്കുന്നത്. എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിൽ 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 200 ഗ്രാമാണിത്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ടയുടെ വെള്ളയും ഒഴിച്ചു കൊടുക്കാം. അര സ്പൂൺ ഏലക്കാപ്പൊടി, 5 തുള്ളി വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. പാൽപ്പൊടി നട്ട്സിൽ അല്പം ഇട്ടൊന്ന് പുരട്ടി വയ്ക്കാം. നമുക്ക് പാൽപ്പൊടി കലക്കിയെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം.
കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് കലക്കി കൊടുക്കാം. പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴമൊക്കെ അവിടെ ഇങ്ങനെ കട്ടിയായിരിക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. നന്നായി കലക്കിയിട്ടുണ്ട്. നട്ട്സിലിങ്ങനെ എന്തെങ്കിലും പൊടി ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എല്ലായിടത്തും കിട്ടും, അല്ലെങ്കിൽ ഇത് അടിയിൽ തങ്ങിപ്പോവും ഈ നട്ട്സെല്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെ പാൽപ്പൊടി ചേർത്ത് വെച്ചത്. പഴം വഴറ്റിയ പാനിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നട്ട്സ് ഇതിൻ്റെ പുറത്തുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു ദോശക്കല്ല് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ പാൻ വെച്ച് കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. പഴംപോള ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഏത്തപ്പഴം പോള റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഇടണം.